നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. എം.വി. ജയരാജൻ വീണ്ടും കണ്ണൂർ ജില്ലാ സെക്രട്ടറി. തളിപ്പറമ്പിൽ ചേർന്ന ജില്ലാ സമ്മേളനമാണ് ജയരാജനെ തെരഞ്ഞെടുത്തത്. മൂന്നാം തവണയാണ് ജയരാജൻ സെക്രട്ടറി ആവുന്നത്. 50 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 11 പേർ പുതുമുഖങ്ങളാണ്. SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ, നികേഷ് കുമാർ എന്നിവർ ജില്ലാ കമ്മിറ്റിയിലെത്തി. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും സമീപനം എന്താണെന്ന് തെളിയിക്കുന്നതാണ് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും പ്രസ്താവനയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അത്രയേറെ അപക്വമാണ് ഇവരുടെ പ്രസ്താവനകളെന്നും കേരളത്തോട് അവർക്ക് പുച്ഛമാണെന്നും സതീശൻ വ്യക്തമാക്കി. മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ അധികാരമുണ്ടോ എന്ന് വീണ്ടും സർക്കാരിനോട് ഹൈക്കോടതി. വഖഫ് വസ്തുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഭൂമിയിൽ ട്രൈബ്യൂണലിന് മുന്നിൽ തീരുമാനത്തിനായി ഇരിക്കവേ എങ്ങനെയാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ കഴിയുക എന്നതാണ് ചോദ്യം. സർക്കാരിന് അതിൽ അധികാരമുണ്ടോ എന്നും കോടതി ചോദിച്ചു. രാജ്യത്ത് 200 വന്ദേ ഭാരത് ട്രെയിനുകളും 50 നമോ ഭാരത് ട്രെയിനുകളും പുതുതായി ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 100 കിലോമീറ്റർ ദൂരപരിധിയിലാവും നമോ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുക. കൂടാതെ 100 അമൃത് ഭാരത് ട്രെയിനുകളും സർവീസ് നടത്തുമെന്നും അശ്വിനി വൈഷ്ണവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്കണവാടിയിലെ മെനു പരിഷ്കരിക്കുമെന്ന് വീണ ജോർജ്. അങ്കണവാടിയിൽ ഉപ്പുമാവ് മാറ്റിയിട്ട് ബിരിയാണിയും പൊരിച്ചകോഴിയും വേണമെന്ന കുഞ്ഞിന്റെ ആവശ്യത്തിന് പ്രതികരണവുമായാണ് മന്ത്രി വീണ ജോർജ് എത്തിയത്. ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് മെനുവിൽ പരിഷ്കരണം നടത്തുമെന്നാണ് മന്ത്രി അറിയിച്ചത്. ദേവികുളം പഞ്ചായത്തിലെ 1-ാം നമ്പർ അംഗൻവാടിയിലെ ശംഖു എന്ന് വിളിക്കുന്ന പ്രജുല സുന്ദർ എന്ന കുഞ്ഞാണ് ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ചകോഴിയും വേണമെന്ന ആവശ്യം ഉയർത്തിയത്. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചിരുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് തീപ്പെട്ടി കൊടുക്കാത്തതിന് വീട് കയറി ആക്രമണം. വെള്ളൂർ ലക്ഷം വീട് കോളനിയിലെ അശോകനെയാണ് ആക്രമിച്ചത്. കല്ലുകൊണ്ട് മുഖത്തും തലയിലും ഇടിക്കുകയായിരുന്നു. ഇയാൾക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പടയപ്പയ്ക്ക് മതപ്പാടെന്ന വനം വകുപ്പ്. അധികൃതർ ആനയുടെ ചിത്രം പകർത്തി വെറ്റിനറി ഡോക്ടർക്ക് നൽകിയിരുന്നു. ആ ചിത്രത്തിൽ ഇടതു ചെവിക്ക് സമീപം മതപ്പാട് കണ്ടിരുന്നു. ഇതോടെ ഡോക്ടർ അത് സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രത്യേക വാച്ചർമാരെയും ആനയെ നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ നൽകിയ മാനനഷ്ട കേസിൽ കോൺഗ്രസ് നേതാവ് ശശി തരൂരിന് സമൻസ് അയച്ച് ഡൽഹി ഹൈക്കോടതി. കേസിൽ ഏപ്രിൽ 28-ന് വാദം കേൾക്കും. തന്റെ സൽപ്പേരിന് കളങ്കം വരുത്തിയതിനും അപകീർത്തിപരമായ പരാമർശം നടത്തിയതിനുമാണ് മാപ്പ് പറയണമെന്നും 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. തന്റെ ആരോഗ്യത്തെക്കുറിച്ച് വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങൾ വെബ്സൈറ്റുകളിൽ വരുന്നത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് ആരാധ്യ ബച്ചൻ. ഐശ്വര്യ റായിയുടെയും അഭിഷേക് ബച്ചന്റെയും മകളായ ആരാധ്യ തന്നെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് ഗൂഗിൾ, ബോളിവുഡ് ടൈംസ്, മറ്റു വെബ്സൈറ്റുകളിൽ നിന്ന് ഇത്തരം ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ അവസാന T20 മത്സരത്തിൽ പരിക്കേറ്റ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസന് ഞായറാഴ്ച വിശ്രമം വേണ്ടിവരുമെന്ന് റിപ്പോർട്ട്. സഞ്ജുവിന്റെ കൈവിരലിന് പൊട്ടലുണ്ട്. ജോഫ്ര ആർച്ചറുടെ പന്ത് കൊണ്ടാണ് കൈവിരലിന് പരിക്കേറ്റത്. പരിക്ക് വകവയ്ക്കാതെ കളിച്ച സഞ്ജു 1 ബൗണ്ടറിയും 2 സിക്സും സഹിതം 16 റൺസ് എടുത്തിരുന്നു. ഇംഗ്ലണ്ട് ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ സഞ്ജു കളിച്ചിരുന്നില്ല. പകരം യുവതാരം ധ്രുവ് ജുറലാണ് വിക്കറ്റ് കീപ്പറായത്. പരിക്ക് കാരണം ഈ മാസം 8-ന് ആരംഭിക്കുന്ന രഞ്ജി ട്രോഫി മത്സരത്തിൽ കേരളത്തിന് വേണ്ടി സഞ്ജുവിന് കളിക്കാനാവില്ല.